ചെറിയൊരു കഥ പറയാം. ആ കഥയിൽ കൂടി നമുക്ക് ഒരു തത്വത്തിലോട്ട് പോവാം. നാരദനെ അറിയാലോ. ഈ നാരദൻ ഒരിക്കൽ ഭഗവാനെ കാണാൻ വേണ്ടി ഭൂമിയിലോട്ട് വരും. അപ്പം ദ്വാരകയിലോട്ട് വരികയാണ്. അവിടെ വന്ന് ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുശലങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു ചോദ്യം ചോദിക്കും നാരദൻ്റെ അടുത്ത്. ഏറ്റവും വലിയവൻ ആരാണത്? അപ്പം നാരദൻ ആലോചിക്കേണ്ടിയൊന്നും വന്നില്ല, അങ്ങ് തന്നെയാണെന്നങ്ങ് പറഞ്ഞു. അങ്ങ് തന്നെയാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞു. അപ്പോൾ നാരദൻ്റെ അടുത്ത് ഭഗവാൻ ചോദിക്കുകയാണ്, നീ വന്നത് എത്രയോ ദൂരം യാത്ര ചെയ്ത് ഭൂമിയിലോട്ട് ദ്വാരകയിൽ വന്നു. ഇവിടുത്തെ കൊട്ടാരത്തിലെ രാജാവാണ്, ഈ നാടിൻ്റെ രാജാവ് തന്നെയാണ് ഞാൻ, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നീ വന്ന വഴിയിൽ വേറെയും രാജ്യങ്ങളുണ്ട്, വേറെയും നാട്ടുരാജാക്കന്മാരുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ പേര് ഉള്ള സ്ഥലത്താണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ കര, അത് ഈ രാജ്യമെല്ലാം നിൽക്കുന്ന കരയിലാണല്ലോ. അപ്പോൾ ഭൂമിയുടെ ഈ കരയും കാട്ടി കൂടുതൽ എന്താ ഉള്ളത്? ജലമാണ് ഉള്ളത്. അപ്പോൾ ഈ കരയിൽ ഒരു ചെറിയ സ്ഥലത്തുള്ള ഒരു രാജാവാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ സമുദ്രമല്ലേ വലുത് ചോദിച്ചു. അപ്പോൾ നാരദൻ ഇങ്ങനെ ആലോചിച്ചപ്പം ശരിയാണല്ലോ, സമുദ്രം വളരെ വിശാലമാണ് ഭൂമി വെച്ച് നോക്കുമ്പോൾ. അപ്പം സമുദ്രമാണ് വലുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചോദ്യത്തിന് ഒരു ഉത്തരവായി, സമുദ്രമാണ് വലുത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ വീണ്ടും ചോദിക്കും, എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് സമുദ്രത്തിനെ കുടിച്ച് വറ്റിച്ച ആളാണ് അഗസ്ത്യൻ. അങ്ങനെ നോക്കുമ്പം അഗസ്ത്യനല്ലേ വലിയവൻ എന്ന് ചോദിക്കും. അപ്പോൾ നാരദൻ കുറച്ച് കൺഫ്യൂഷനാവും. എന്നിട്ട് പറഞ്ഞു, ഞാനും കേട്ടിട്ടുണ്ട്, അങ്ങനെ സമുദ്രം കുടിച്ച ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഗസ്ത്യൻ തന്നെയാണ് ഏറ്റവും വലിയവൻ എന്നുള്ളത് തീരുമാനിച്ചു. അപ്പം അങ്ങനെ ഒരു മനസ്സമാധാനമായിട്ട് ഇരിക്കുകയാണ് നാരദൻ. അപ്പം ഭഗവാൻ പറഞ്ഞു, വീണ്ടും എനിക്കൊരു ചെറിയൊരു സംശയം വന്നു എന്ന് പറഞ്ഞു. ഇനി എന്താണ് സംശയം? ആകാശത്തിലുള്ള ഒരു നക്ഷത്രമല്ലേ അഗസ്ത്യൻ? അപ്പോൾ ഒരു നക്ഷത്രമൊന്നും അല്ലല്ലോ ആകാശത്തുള്ളത്, ധാരാളം നക്ഷത്രങ്ങളുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അഗസ്ത്യൻ വലിയവനാണോ എന്ന് ചോദിക്കും. അപ്പോഴദ്ദേഹം പറഞ്ഞു, അല്ല, അങ്ങനെ നോക്കുമ്പോൾ അല്ല. അപ്പോൾ പിന്നെ ആരാണ് വലിയവൻ? അപ്പോൾ ഇദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല ആരാണ് വലിയവൻ. അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞു തരാം. ഈ ആകാശത്തിനെയും ഭൂമിയെയും ഒക്കെ അളന്ന ഒരാളുണ്ടല്ലോ, വാമനൻ. അപ്പം അയാളല്ലേ വലിയവൻ എന്ന് ചോദിച്ചു. അപ്പോൾ നാരദൻ ചിന്തിച്ചു, ശരിയാണ്, ഇതൊക്കെ അളന്നിട്ടുണ്ടെങ്കിൽ വാമനൻ തന്നെയാണ് വലിയവൻ. അപ്പോൾ ഭഗവാൻ വീണ്ടും പറയും, ഒരു സംശയം കൂടെ ഉണ്ട്, ഈ വാമനൻ ആരാണ്? അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പം വാമനൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരമാണല്ലോ. അപ്പം ഭഗവാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം നാരദൻ പെട്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത് അങ്ങാണ് വലിയവനെന്ന്. എന്നിട്ട് ഭഗവാൻ ചോദിച്ചു, എന്തുകൊണ്ട് നീ അതിൽ ഉറച്ചു നിന്നില്ല? ഞാൻ വേറെ മാറ്റി 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 പറഞ്ഞപ്പോൾ നീ അതനുസരിച്ച് നീയും അതാണ് വലുതെന്നാണല്ലോ പറഞ്ഞത്. അത് ഭഗവാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് തിരിച്ചു പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഭഗവാൻ പറഞ്ഞു, എൻ്റെ സംശയം വീണ്ടും തീർന്നിട്ടില്ല, ഇനി എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താണ്? അങ്ങാണ് വലിയവനെന്ന് തീരുമാനിക്കപ്പെട്ടല്ലോ, അപ്പം ഇനി എന്താണ് സംശയം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഭക്തൻ്റെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത്. അതായത് ഒരു തടവറയിൽ കിടക്കും പോലെ ഭക്തൻ എന്നെ ഇങ്ങനെ നിരന്തരം എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേ നിൽക്കാൻ പറ്റുള്ളൂ, വേറെ എവിടെയൊന്നും പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭക്തനല്ലേ വലിയവൻ എന്ന് ചോദിച്ചു.
അപ്പോൾ ഇദ്ദേഹം ആണെന്നോ അല്ലെന്നോ ഒന്നും പറയാൻ പോയില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാറ്റും. അപ്പോൾ ആ കഥ അവിടെ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കഥയുടെ അവസാനം നോക്കുമ്പോൾ അവിടെ ഭഗവാൻ ഭക്തൻ വലിയവനാണെന്ന് പറഞ്ഞു. അതേസമയം എങ്ങനെ ഭക്തൻ വലിയവനായി? ഭഗവാനെ ഹൃദയത്തിൽ ഇരുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ വലിയവനായത്. അപ്പോൾ ഭഗവാൻ പോലും ഒരു വ്യക്തിയെ അത്രയും ഉന്നതമായ അവസ്ഥയിലാണ് കാണുന്നത്, ഒരു ഭക്തനെ. പക്ഷേ ഭക്തന്മാർ അത് തിരിച്ചറിയുന്നുണ്ടോ? എൻ്റെ ഉന്നതമായ തലം. അപ്പോഴവിടെ ഭഗവാൻ ആ ഭക്തനെ ഉയർന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോന്നാണ്? അവൻ്റെ ഉള്ളിലാണ് ആ സത്യം ഇരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് അവിടെ നടത്തുന്നത്. നിൻ്റെ ഉള്ളിൽ ആ സത്യം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഭഗവാൻ വിരൽ ചൂണ്ടിടത്തോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണ് ഈ ഋഷിമാരൊക്കെ ധ്യാനം അങ്ങനത്തെ പോലത്തെ സാധനങ്ങളിലോട്ട് ചെന്ന് കണക്ട് ചെയ്തെത്തിയത്. അപ്പം അറിയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? എന്നിൽ ചിന്തകൾ വരുന്നു. ചിന്തയുടെ സ്വഭാവം എന്താണെന്നാണ്? എല്ലാം ഞാൻ കേന്ദ്രീകൃതമായിട്ടുള്ള സ്വഭാവങ്ങളാണ് ആ ചിന്തയുടെ സ്വഭാവം, ചിന്തയുടെ ബേസിക് സ്വഭാവം. ഓരോ ചിന്ത വരുമ്പോഴും എന്താണ് അവിടെ? ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിലുള്ള അഹം കട്ടിക്കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരണം സംഭവിക്കുന്നു. മരണത്തെ പറ്റിയിട്ടുള്ള യാഥാർത്ഥ്യമല്ല നമ്മളെ ദുഃഖിക്കുന്നത്. അദ്ദേഹം പോയപ്പോൾ എനിക്കൊരു ശൂന്യത വന്നല്ലോ എന്നുള്ള ചിന്തയാണ് എന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കുറവ് അവിടെ സംഭവിച്ചു, അദ്ദേഹം പോയത് കാരണം. അതിലാണ് വിഷമം, അദ്ദേഹം പോയതിലല്ല. എല്ലാം അപ്പം എൻ്റെ ദുഃഖം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. എൻ്റെ ദുഃഖം ചിന്തകളിലെല്ലാം ഞാൻ കിടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ചിന്തകൾ എന്താണ് സംഭവിക്കുന്നത്? ചിന്തകളെല്ലാം എവിടെ നിന്ന് വരുന്നു? നമ്മൾ വിചാരിച്ചിട്ടാണോ ഈ ചിന്തകൾ വരുന്നത്? അല്ല, അതിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിന്തകളെല്ലാം വരുന്നത് ഓർമ്മകളിൽ നിന്നാണ്. നിറയെ ശേഖരിച്ച ഓർമ്മകൾ നമ്മളിലുണ്ട്. ഈ ഓർമ്മകളെല്ലാം എവിടെ നിന്ന് വന്നു? ഭൂതകാലത്തിൽ നിന്ന് വന്നതാണ്. ഓരോ ചിന്തകളും ഭൂതകാലത്തിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ് മനസ്സ്. എന്നാൽ ഭൂതകാലത്തുള്ള ഇത് മാത്രമാണോ ചിന്തയുടെ സ്വഭാവം? അല്ല, ഭാവിയിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്നും ഞാൻ ചിന്തിക്കും. അപ്പോഴെന്താണ്? മനസ്സ് ഭൂതത്തെയും സൃഷ്ടിക്കുന്നു, മനസ്സ് ഭാവിയെയും സൃഷ്ടിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നൗവേ ഉള്ളൂ, ഇപ്പോഴെന്നുള്ളതേ ഉള്ളൂ. നൗ എന്ന് പറയുന്ന ഒരു സാധനമേ ഉള്ളൂ. പക്ഷേ ആ നൗവിൽ നിന്നുകൊണ്ട് തന്നെ, ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സ് ഭൂതത്തെയും സൃഷ്ടിക്കും, ഭാവിയെയും സൃഷ്ടിക്കും. എന്നിട്ട് ദുഃഖത്തിലോട്ട് പോവും, ആശങ്കയിൽ വിടും. ഇതെല്ലാം നമ്മൾ അപ്പോൾ ഈ ചിന്തയുടെ വികസിച്ച് വരുന്ന ഒരവസ്ഥയാണ്. അപ്പം വികസിച്ച് വരുന്ന ചിന്ത, ഓർമ്മ, വികാരം, സങ്കല്പം, ഇതിലെല്ലാം പെട്ടുപോകുമ്പോൾ എന്ത് പറ്റും? നമ്മളിങ്ങനെ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആ ഏകമായിരിക്കുന്ന അവസ്ഥയിലിരുന്ന ഞാനാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഭിന്നിച്ചിരിക്കുമ്പോൾ എൻ്റെ അഹം കട്ടികൂടും, സത്യത്തെ ഞാൻ മറന്നു. നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ചിന്തയെ നിയന്ത്രിക്കണമോ? അടുത്ത ചോദ്യം അതാണ്. ചിന്തയെ നിയന്ത്രിക്കണമോ? അങ്ങനെ നിയന്ത്രിക്കാൻ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇതിങ്ങനെ വരും. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തകളുണ്ട്. ഇനി കിടന്ന് ഉറങ്ങുന്ന സമയത്തോ? ഉറങ്ങുന്ന സമയത്തും ചിന്തകളാണ് സ്വപ്നങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ അവിടെയും എന്താണ് സംഭവിക്കുന്നത്? ഓരോരോ ഓർമ്മകൾ നമുക്ക് ചിത്രങ്ങൾ കൊണ്ടുവരിക. അതെല്ലാം ചിത്രങ്ങളായിട്ടാണ് വരുന്നത്. ഓരോ ചിത്രങ്ങളെ എന്ത് ചെയ്യും? അത് കൂട്ടി യോജിപ്പിക്കും. എന്നിട്ടൊരു കഥയുണ്ടാക്കും അവിടെ. ഓരോ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന കഥയാണ് സ്വപ്നം.
അപ്പോൾ എങ്ങനെയാണോ ഉണർന്നിരിക്കുന്ന സമയത്ത് ചിന്തകൾ വന്ന് നമ്മളെ വേറൊരു ലോകത്ത്, സങ്കല്പ ലോകത്തോട്ട് കൊണ്ടുപോയത്, അതുപോലത്തെ ഒരു സാധനം തന്നെയാണ് ഉറങ്ങുന്ന സമയത്തും ഈ സാധനം ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് സമയത്തും അത് ഒരുപോലെ പ്രവർത്തിക്കും. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഉണർന്നിരിക്കുന്ന സമയത്ത് ഇതേ പ്രോസസ്സ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ സ്വപ്നാവസ്ഥയിലോട്ട് പോകും. പക്ഷെ ഉണർന്നിരിക്കുകയാണ് ഞാൻ സ്വപ്നാവസ്ഥയിലോട്ട് പോവുകയാണ്. അപ്പോൾ ജാഗ്രതയിലും സ്വപ്നാവസ്ഥ ഉണ്ട്, എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴെന്ത് പറ്റുന്നു? നൗ നമുക്കില്ല, ഈ നിമിഷം നമുക്കില്ല. സ്വപ്നാവസ്ഥ ഓടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും കാണുന്നില്ല, മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. കാര്യം മനസ്സിങ്ങനെ വേറെ അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നിയന്ത്രിക്കാനും പറ്റില്ല. നമ്മൾ ഭജന കേൾക്കുന്നു, അല്ലെങ്കിൽ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, താൽക്കാലികമായി അവിടെ നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴോ വീണ്ടും കയറി വരുന്നു. അപ്പം ധ്യാനത്തിൽ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാധനത്തെ എന്ത് ചെയ്താൽ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് അന്വേഷണം. ധ്യാനത്തിൻ്റെ അന്വേഷണം മൊത്തം അവിടെയാണ്. അപ്പം അതിന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് സാക്ഷിയാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും പോയി നിയന്ത്രിക്കാനും ശ്രമിക്കണ്ട, അത് നല്ല ചിന്തയാണെന്നോ മോശം ചിന്തയാണെന്നുള്ള വിധിക്കാനും പോവണ്ട, ഇത് വരരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശ്രമവും ചെയ്യരുത്. അതൊക്കെ സംഘർഷം ഉണ്ടാക്കും. സാക്ഷിയാവുക, വരുന്ന ചിന്തയെ കാണുക. കാര്യം നമ്മളിൽ ഒരു സങ്കല്പം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ്? ഒരു വികാരം വന്നിട്ടുണ്ട്. ഈ വികാരത്തിന് മുന്നേ എന്താണ്? അത് ഒരു ചിന്തയായിരുന്നു. ആ ചിന്ത എവിടെ നിന്ന് വന്നു? ഓർമ്മയിൽ വന്നു. ഓർമ്മയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇതിനൊരു പ്രോസസ്സിങ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മളിൽ ശ്രദ്ധാക്കുറവ് ഉള്ളത് കാരണം ഈ പ്രോസസ്സിങ് നമ്മൾ അറിഞ്ഞില്ല. ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. മാവ് അത് കുഴയ്ക്കുന്നു, പരത്തുന്നു, ചുടുന്നു, ചപ്പാത്തി ആവുന്നു. ഒരു പ്രോസസ്സിങ് അവിടെ നടന്നില്ലേ? അതേപോലെ തന്നെയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മയിൽ നിന്നൊരു ചിന്ത വരുന്നു, വികാരമാകുന്നു, സങ്കല്പമാകുന്നു, ഞാൻ കേന്ദ്രീകൃതമായിട്ട് അഹം അതിങ്ങനെ വരുന്ന സമയത്ത് എന്നെ മറന്നുപോകും, സത്യത്തെ മറന്നുപോകും. ഈ ചിന്തിക്കുന്ന വസ്തുവാണ് ഞാൻ എന്നുള്ള ഒരവസ്ഥയിൽ വരും. അപ്പം സാക്ഷിയാവുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഞാനൊരു വിഷയത്തെ പറ്റി എന്നിലൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു സംഭവത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. അപ്പം സാക്ഷിയാവുന്ന ഞാൻ ബ്രഹ്മമാണ് എന്നല്ല ചിന്തിക്കേണ്ടത്, ഈ നിമിഷം ഞാൻ ദുഃഖമാണെന്ന് ചിന്തിക്കണം. അതാണ് ഇപ്പോഴത്തെ സത്യം. അവൻ്റെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന സത്യം അതാണ്. ഞാനിപ്പോൾ ദുഃഖമാണ്. മറ്റേത് ഞാൻ ബ്രഹ്മമാണെന്ന് ചിന്തിക്കുമ്പോഴെന്ത് പറ്റും? ഈ ദുഃഖം ഇങ്ങനെ ലൈവായിട്ടിരിക്കുകയാണ്. മറ്റതൊരു ആശയമാണ്. നിലവിൽ നമുക്ക് അനുഭവമല്ല, ആശയമാണ്. ഈ ആശയവും ഈ നിലവിലുള്ള ചിന്ത, ദുഃഖിപ്പിക്കുന്ന ചിന്തയിൽ നിൽക്കുമ്പം ഭയങ്കരമായ സംഘർഷം വരും. അത് പൊട്ടിത്തെറിക്കും കുറച്ച് കഴിയുമ്പോൾ. അതേസമയം ഈ നിമിഷത്തിൽ ഞാൻ ദുഃഖിതനാണ് എന്നുള്ളതിനെ സാക്ഷിയാവുക എന്നുള്ളതാണ്. വേറെ ഒരു ആശയം അവിടെ കൊണ്ടുവരില്ലേ, ഇതിനെ നിയന്ത്രിക്കാനും പോകരുത്. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കുമുള്ള ഒരു നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറ്റുന്നു, ദുഃഖത്തിന് കാരണമാകുന്ന കഥകൾ, മനസ്സ് മെനയുന്ന കഥകളെപ്പറ്റി നമ്മൾ ശ്രദ്ധാവാനായിക്കൊണ്ടിരിക്കും. ഓരോരോ കഥകൾ അതിങ്ങനെ കൊണ്ടുതരും. ഇപ്പം നമ്മൾക്ക് ഒരു ദുഃഖം ഉണ്ടായി, അപ്പോൾ പെട്ടെന്ന് എന്താണ് നമ്മളെ മനസ്സ് പറയുന്നത്? എന്നാലും എനിക്കിത് വന്നല്ലോ. ഇതാണ് ആദ്യം ചിന്തിക്കുന്നത്. അത്രയ്ക്ക് മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ അതിനെ ബൂസ്റ്റ് ചെയ്യുകയാണ്. ആ ദുഃഖത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മളിങ്ങനെ കഥ ഉണ്ടാക്കുകയാണ്. അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഞാൻ ഒരു തെറ്റും അങ്ങനെ ചെയ്തിട്ടില്ല, എന്നിട്ടും ഇത് ഞാൻ അനുഭവിക്കുന്നല്ലോ. ഈ ദുഃഖം ഇനി എന്ന് മാറും? ഈ ദുഃഖത്തിൻ്റെ മാറാനുള്ള പരിഹാരം എന്ത്? ഇങ്ങനെ ചിന്തിച്ച് കഥകൾ ഉണ്ടാക്കി വരുമ്പോൾ എന്ത് പറ്റും? ഈ ദുഃഖം വലുതാവും. ദുഃഖം ചെറുതായിരുന്നു, അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അത് മറികടക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇതിനിപ്പോൾ നമ്മൾ വലിയ ഒരവസ്ഥയിലാക്കി വെച്ചു. എന്നിട്ടത് നിരന്തരം അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സാക്ഷിയാവുന്നില്ല, നിരീക്ഷിക്കപ്പെടുന്നില്ല, ചിന്തകളെ നിരീക്ഷിക്കപ്പെടുന്നില്ല.
അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് കണ്ണടച്ചിരിക്കലല്ല, നമ്മളുടെ മനസ്സിൻ്റെ ചലനത്തെ കൃത്യമായി നിരീക്ഷിക്കുക എന്നുള്ളൊരവസ്ഥയാണ്. അവിടെ നിരീക്ഷിക്കുന്നത് എന്തിനാണ്? തടയാനല്ല, നിയന്ത്രിക്കാനല്ല, വിധിക്കാനല്ല, കേവലം സാക്ഷിയായി കാണുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് മാത്രമാണ്. അപ്പം നമുക്ക് ആ ഒരു ട്രാക്കിലോട്ട് നമുക്ക് ഒന്ന് സഞ്ചരിച്ച് നോക്കാം. നമ്മളൊരു ആദിനാഥ് എന്ന് പറയുന്ന ഒരു ധ്യാനം ഒന്ന് ചെയ്യാൻ നോക്കുന്നു, കുറച്ച് സമയം. അപ്പോൾ അതിന് ചെയ്യേണ്ട ഇത്ര മാത്രം: നമ്മൾ ഞെട്ടൽ നിവർന്ന് കണ്ണടച്ചിട്ട് ഓം എന്ന് ഇവിടെ കേൾക്കുന്ന ഒരു ഓം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സൗണ്ടിൽ തന്നെ ആ ഓമിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ ആ കേൾക്കുന്ന എത്ര നീളത്തിനാണ് ആ ഓം കേൾക്കുന്നത് അത്രയും നീളത്തിൽ തന്നെ നമ്മളും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ തൽക്കാലം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിന്തകൾ വന്നോട്ടെ, തടയാൻ നോക്കണ്ട, ആ ചിന്തയെ അറിയാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല.